ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നേരെ വീഡിയോയിലേക്ക് പോകാം. എനിക്ക് ഈ വീഡിയോയിൽ മെയിനായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ തലമുറയുടെ കാര്യം തന്നെയാണ്. ഇപ്പം കറൻ്റ്ലി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങൾ. കാരണം ഇന്നലത്തെ ഒരു ന്യൂസ് തന്നെ എൻ്റെ അടുത്ത് തന്നെയാണ്. എൻ്റെ ഇവിടെ ആറ്റിങ്ങിലാണ്. ആറ്റിങ്ങിന് തൊട്ടടുത്താണ് ഈ വെഞ്ഞാറമ്മൂട്. ഒരു 9-10 കിലോമീറ്ററാണ് വെഞ്ഞാറമ്മൂട്. അവിടെ സംഭവിച്ച കാര്യമാണ്. നിങ്ങളെല്ലാവരും വാർത്തയെ കണ്ടു കാണും. ഒരു കുടുംബത്തിലെ 6 പേരെ, കുടുംബത്തിലെ മാത്രമല്ല, അവൻ്റെ കാമുകി, ആ പയ്യൻ 23 വയസ്സായൊരു പയ്യൻ ഈ പറഞ്ഞ കുടുംബത്തിലുള്ളയും ഈ അവൻ്റെ കാമുകി എന്ന് പറഞ്ഞ പെൺകുട്ടീനെയും ഒരു അതിദാരുണമായ രീതിയിൽ കൊലപ്പെടുത്തി കളഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് ചിന്തിക്കാം. 23 വയസ്സേ ഉള്ളൂ. അതും കൂടെ ആദ്യം ചിന്തിക്കണം. ആ ഒരു 23 വയസ്സുള്ള പയ്യന് ഇങ്ങനെ ഒരു ചിന്താഗതി തോന്നിയെന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതും ഇപ്പോഴത്തെ തലമുറയിലെ ഒരു പോക്കും എല്ലാം തന്നെയാണ്. അത് ഇനി അങ്ങോട്ട് പോകുമ്പോഴത് എങ്ങനെയായി തീരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയത്തില്ല. അത് വേറെ ആരുമല്ല, നമ്മളെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇത്രയും ഒരു മനുഷ്യനെ പിടിവാശി കാര്യങ്ങളൊക്കെ വന്ന് അത് പല രീതിയിലോട്ട് പോകും. അത് പഴയ തലമുറ കണക്കല്ല ഇപ്പോഴത്തെ തലമുറ. അത് ആദ്യം നമ്മുടെ മാതാപിതാക്കൾ ചിന്തിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വരും തലമുറയിലെ കുട്ടികൾ വളരെ വളരെ മോശമായിട്ട് പോകത്തേ ഉള്ളൂ. കാരണം ഒന്നാമത് സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് പിള്ളേരൊക്കെ. ഇപ്പം എൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ പഠിക്കുന്ന കാലത്തൊക്കെ പറഞ്ഞാൽ പോയിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഒരു എൻ്റർടൈനും ഇല്ല. പ്ലേ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ പോവുക, ക്രിക്കറ്റ് കളിക്കാൻ പോവുക, വയലിൽ ക്രിക്കറ്റ് കളിക്കാൻ പോവുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ ഫ്രണ്ട്സുമായിട്ട് കറങ്ങി കിടക്കുക. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇപ്പോൾ ഒരു മൊബൈൽ ഫോണിനകത്ത് നമ്മുടെ ചിന്ത എന്താണ്, നമ്മൾ എന്തിനെക്കുറിച്ച് ചിന്തിക്കുന്നു അതിനെക്കുറിച്ച് സെർച്ച് ചെയ്തും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാനും ഇപ്പോൾ എന്തിനു വേണ്ടി ഇപ്പോൾ ഒരാളെ കൊല്ലണമെങ്കിലും നമുക്കിപ്പം സെർച്ച് ചെയ്ത് എങ്ങനെയൊക്കെ നമുക്ക് അതിനകത്ത് അഡിക്ഷൻ ആവാനുള്ളതുണ്ട്. പണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ആകെ ചിത്രഗീതവും കാര്യങ്ങളും പിന്നെ ന്യൂസ് എന്ന് പറയുമ്പോൾ അതും വൈകുന്നേരം കുറച്ച് കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രം ആണ് ന്യൂസിൽ അറിയുന്നത്. അതും എന്താ പറയുക, സമൂഹത്തിനൊന്നും വളരെ ബുദ്ധിമുട്ടല്ല, മനുഷ്യനെ പ്രലോഭിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വാർത്തകളും അല്ല ആ ഒരു അരമണിക്കൂർ കൊണ്ട് വാർത്തയിൽ പറയുന്നത്. പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞാൽ പല പല ന്യൂസുകൾ കാര്യങ്ങൾ പല സ്പ്രെഡാക്കി വിടുന്നതെന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ മോശമായ പല വിഷങ്ങളും കുത്തിവെക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ന്യൂസായിരുന്നാലും സിനിമ വേണമെങ്കിലും നമുക്ക് റിലേറ്റ് ചെയ്യാം. സിനിമയിലും സത്യം പറഞ്ഞാൽ ഇപ്പോൾ വയലൻസ്, ഞാനിപ്പം സിനിമയല്ല ജീവിതം എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ ചിലരൊക്കെ അത് ഇൻഫ്ലുവൻസ് ചെയ്യും. ഈ പറഞ്ഞില്ലേ ഇപ്പോൾ പ്രായപൂർത്തിയായ എന്ന് പറഞ്ഞ ഇപ്പോൾ 23 വയസ്സായ പയ്യൻ, ആ പയ്യന് തന്നെ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സിനിമയെ കാണപ്പെടും. ഉള്ളിലെ ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ചിന്തയെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പല രീതിയും ചിന്തിക്കും. ഇപ്പം എന്താ പറയുക, ഇപ്പം എന്തെങ്കിലും ദേഷ്യം വാശി, ഇപ്പം വീട്ടുകാരുടെ ദേഷ്യം കാണും, കാമുകിയുടെ അടുത്ത് കാണും, ഫ്രണ്ട്സിൻ്റെ അടുത്ത് വാശി കാണും. അപ്പം അങ്ങനെയൊക്കെ ദേഷ്യത്തിലൊക്കെ ആയിരിക്കും ഒരു വയലൻസ് സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവന് എനിക്ക് എന്തുകൊണ്ട് ഇത് ചെയ്തുകൂടാ എന്നുള്ള ചിന്താഗതിയൊക്കെ തോന്നും. അതിൻ്റെ കൂട്ടത്തിൽ ഡ്രഗ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിപത്താണ്. ഞാൻ ഇത്രയും പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഞാനൊരു അച്ഛനാണ്, എനിക്കുണ്ട് കുട്ടി. അപ്പം എന്താണ്, ഒരു പേടിച്ച് തന്നെയാണ് ഇനി അങ്ങോട്ട് ജീവിക്കേണ്ടത്. നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റത്തില്ല. മാതാപിതാക്കൾക്ക് ഇതിൽ പങ്കുണ്ടോയെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും പങ്കുണ്ട്. ഈ മാതാപിതാക്കളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതലെന്ന് പറഞ്ഞാൽ ഈ മക്കളെയൊക്കെ ഒരുപാട് സ്നേഹിച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അവർക്കൊക്കെ കുട്ടിക്കാലത്ത് ഈ ഞാനൊക്കെ പറയണൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റും ഇല്ല. ഇപ്പം ഒരു സൈക്കിൾ പോലും കാണാത്ത അവസ്ഥയായിരിക്കും. സൈക്കിൾ പോലും ഇല്ലാത്ത ജീവിതത്തിൽ വളർന്നപ്പോൾ അവരൊക്കെ ചിന്തിക്കും, എനിക്കൊരു മോനുണ്ടെന്നുണ്ടെങ്കിൽ അവനും ഏറ്റവും വലിയൊരു ബൈക്ക് അവന് വാങ്ങിക്കൊടുക്കണം, അല്ലെങ്കിൽ അവൻ എന്തൊക്കെ വേണം, അവന് ഐഫോൺ വേണം എന്നൊക്കെയുള്ള വാങ്ങിക്കൊടുക്കണം എന്നൊക്കെയുള്ള ചിന്ത വരും. അങ്ങനെ അവർ നമ്മൾ സ്നേഹം കൊണ്ടാണ് ചെയ്യുന്നത് കേട്ടോ. അത് ഒരിക്കലും മക്കൾ നശിച്ചു പോകണോ അല്ലെങ്കിൽ നാശമായി പോകണമെന്ന് പറഞ്ഞ് ചെയ്യുന്നതല്ല. അത് സ്നേഹം കൊണ്ട് ചെയ്തു പോകും. പക്ഷേ അത് ഇപ്പോൾ ഒരെണ്ണം കിട്ടുമ്പം ഇനി അതിൻ്റെ അടുത്തത് വേണം, മറ്റത് വേണം, കൂടുതൽ വേണം എന്നുള്ള ചിന്ത മക്കൾക്ക് തോന്നും. മക്കൾക്കെന്ന് പറഞ്ഞാൽ ഇതിപ്പം നമുക്ക് ഇത്രയും വലിയ സുഖം നമുക്ക് ചുമ്മാതെ കിട്ടിയെന്നുള്ളതിൽ ആണ് ജീവിക്കുന്നത്. പക്ഷേ അത് പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഇപ്പം ഒരു പ്രായം കഴിയുമ്പോൾ വീട്ടുകാർ ചിന്തിക്കും, നമ്മളെയൊക്കെ പ്രായം ഇനി നമ്മളെ നോക്കുമെന്നുള്ള ചിന്തയിൽ നിൽക്കാൻ നേരത്ത് ഇവർക്ക് അത് ആ ഒരു ചിന്താഗതിയില്ല. നമ്മളൊക്കെ കൊച്ചിലെ കണ്ടു വളർന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള ഇതാണ്. ഇപ്പം അച്ഛൻ ജോലിക്ക് പോകുമ്പോൾ നമ്മളിവിടെ കൊണ്ടുപോകും, നമ്മളിവിടെ ജോലി ചെയ്യിപ്പിക്കും, അങ്ങനെയൊക്കെ വളർന്നത്. അപ്പോൾ അതിൽ ഇതപ്പം ടെൻഷൻ കിട്ടാതെ വരുമ്പോൾ, അതായത് നമുക്ക് ആഗ്രഹിച്ചത് കിട്ടിക്കൊണ്ടിരുന്നിട്ട് പെട്ടെന്നൊരു വട്ടം കിട്ടാതെ വരുമ്പോൾ നമുക്ക് ടെൻഷനും ഇതുങ്ങളും കൊണ്ട് കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ പറഞ്ഞ MDMA, കഞ്ചാവിനെയൊക്കെ ആൾക്കാർ ഭയങ്കര മാർബവൽക്കരിച്ച്. കഞ്ചാവ് എന്ന് പറഞ്ഞാൽ ഈ എന്താ പറയുക, ഈ പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന സാധനമല്ലേ, പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന സാധനമാകുമ്പോൾ അത് ഭയങ്കര പ്യുവറാണ്, മനുഷ്യ ശരീരത്തിൽ ഒരു കേടുമില്ല എന്നും പറഞ്ഞൊക്കെയാണ് പറയുന്നത്. എന്നാൽ ഞാൻ കാര്യം ചോദിക്കട്ടെ, നീ ഭയങ്കര അനുകൂലമായിട്ട് പറയുന്ന അവരുടെ അടുത്ത് വയ്ക്കുകയാണ്, ഉമ്മത്തിങ്കായ തിന്നോ, കാഞ്ഞിരത്തിൻ്റെ പട്ട അരച്ച് കുടിക്കുമോ,
ഇതൊക്കെ വിഷമോ എങ്ങനെ എന്തെല്ലാം വിഷങ്ങൾ. മറ്റേ നായ്ക്കുറിന പൊടി എടുത്ത് പുറത്തൊക്കെ തേക്കൂ ക്രീമായിട്ട്. ഈ പറഞ്ഞ എല്ലാം ഈ പ്രകൃതിയിൽ നിന്നൊക്കെ ഉണ്ടാക്കിയ വിഷമായിരുന്നാലും ശരി, എന്നെ മധുരമായിരുന്നാലും ശരി, എന്നെ കയ്പ്പായിരുന്നാലും രുചിയായിരുന്നാലും ഒക്കെ ഈ പ്രകൃതിയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന സാധനം തന്നെ. അതിൽ നല്ലതും ചീത്തയൊക്കെ ഉണ്ട്. ഇതിനൊക്കെ ഭയങ്കര പോസിറ്റീവായിട്ട് പറയാൻ കഴിഞ്ഞാൽ ഇപ്പം പിള്ളേരൊക്കെ ഉണ്ടല്ലോ ഈ ചോരത്തിളപ്പുള്ള കുട്ടിയൊക്കെ ഇതൊക്കെ നോക്കുമ്പോൾ ശരിയാണല്ലോ, ഇത് പ്രകൃതി എന്ന് പറഞ്ഞില്ല. ഞാൻ വാഴപ്പഴം, ഏത്തപ്പഴം, ആപ്പിളൊക്കെ കഴിക്കുന്നുണ്ട്, അതുപോലെ ഒരു പ്രകൃതി എന്നുള്ള ഇലച്ചെടിയല്ലേ ഇത് എന്നുള്ള ചിന്ത. അത് പോസിറ്റീവ്, എപ്പോഴും നെഗറ്റീവ് ചിന്തിക്കരുത്. ഒരു പ്രായം കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ നെഗറ്റീവിനെ കുറിച്ച് ചിന്തിക്കത്തുള്ളൂ. അതായത് 30 വയസ്സെ കഴിയുമ്പോഴാണ് ഒന്ന് ശാന്തരാകുന്നത്. അതിന് മുന്നോടിയുള്ള എപ്പോഴും ചോരത്തിളപ്പാണ്. എപ്പോഴും ഒരു നെഗറ്റീവ് വശം ഉണ്ട് എന്നുള്ള കാര്യം ചിന്തിക്കുന്നില്ല. അവർക്ക് സന്തോഷമെന്ന് തോന്നുന്ന കാര്യം ഏതാണ് നമുക്ക് കേൾക്കുന്നത്, അത് ഓക്കെ, അത് ആണോ ശരി. ഈ പറയുന്നതൊക്കെ എല്ലാം MDMA വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്ത് ഭയങ്കര സുഖം കിട്ടും, ഭയങ്കര ഇത് കിട്ടും. ആ സുഖം മാത്രമേ ആ സമയത്ത് ചിന്തിക്കുന്നുള്ളൂ, ആഗ്രഹിക്കുന്നുള്ളൂ. അതിനുശേഷം നമ്മളെ തലച്ചോറ് നശിച്ചു പോകും, നമ്മളെ ജീവിതം നശിച്ചു പോകും, നമുക്കൊരു ഫാമിലി ഉണ്ടാകത്തില്ല, കുടുംബം ഉണ്ടാകത്തില്ല, ചിലപ്പോൾ കല്യാണം കഴിച്ച കുട്ടികളുണ്ടാകത്തില്ല എന്നുള്ള ഇതൊന്നും അവർക്ക് ചിന്തയില്ല. ഒരു പ്രായം കഴിയുമ്പോഴാണ് ചിന്ത, അയ്യോ ഞാനിതൊന്നും വേണ്ടായിരുന്നു, ചെയ്യണ്ടായിരുന്നു. അപ്പോൾ ഈ 30 വയസ്സ് വരെ എത്തുന്നവരെ നമുക്ക് കാത്തിരിക്കാൻ പറ്റത്തില്ല. അതിന് മുന്നെയാണ് ഈ പല പ്രവൃത്തികളും നമുക്ക് ജീവിതത്തിൽ തോന്നുന്നത്. ഇപ്പം നടന്ന കൊലപാതകം എന്നൊക്കെ പറഞ്ഞാൽ ഈ 23 വയസ്സിൽ ഏറ്റവും അറ്റം എനിക്കറിയത്തില്ല പയ്യൻ മയക്കുമരുന്നോ കഞ്ചാവോ ഒക്കെ അടിക്കുന്നതാണെന്ന്. പക്ഷേ ഇങ്ങനെ ഒരു സ്വബോധത്തോടെ ഒരു വ്യക്തിക്ക് ഒരു 6 പേരെയൊക്കെ കൊല്ലുക, അത് ഈ തലക്കടിച്ച് കൊല്ലുക എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ അത്രയ്ക്കും വേണ്ടി ദേഷ്യം. മനുഷ്യനൊക്കെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനോ ദേഷ്യം പെട്ടെന്ന് വരും. അത് പലയിടത്തായിട്ട് പോയി പയ്യൻ്റെ അമ്മുമ്മയൊക്കെ വേറെ ദൂരെ എടുത്ത് 3 അങ്ങണ്ടാണെന്ന് തോന്നുന്നു. അത്രയും നേരം വരെ ആ ദേഷ്യം ഇങ്ങനെ പിടിച്ചു നിന്ന് നമുക്കത് ചെയ്യാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അത് ഉള്ളിൽ എന്തെങ്കിലും ലഹരി പദാർത്ഥം ഉള്ളതുകൊണ്ടാണ് അത് ചെയ്യുന്നത്. ഇത് ഏറ്റവും വലിയ മെയിൻ നമ്മളെ ആക്കിയത് നമ്മളെ ഗവൺമെൻറ് തന്നെയാണ്. ഇപ്പം ഒന്നും വേണ്ട, ഈ നാട്ടിലൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ, ഈ ലഹരി ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളതൊന്നും ചിന്തിക്കില്ല. പക്ഷേ ഗവൺമെൻറ് തന്നെ മദ്യം ഏത് ഫ്ലേവർ വേണം, ഏത് ബ്രാൻഡ് വേണം, എത്ര വീര്യം കൂടി വേണം എന്ന് ഗവൺമെൻറ് നിശ്ചയിച്ച് നല്ല വിലയും കൊടുത്ത് ഗവൺമെൻറ് തന്നെ വയ്ക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ കുടുംബക്കാരൊക്കെ എത്ര വേണമെന്ന് നമ്മളെ മക്കളൊക്കെ നല്ലതായി വളർന്നു വരണമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാലും ഈ പറയുന്ന സർക്കാർ അതിന് സമ്മതിക്കത്തില്ല. കൊച്ചു പിള്ളേർ വരെ, ആൺകുട്ടികളും പെൺകുട്ടികളും വരെ ബിയറും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. ആദ്യം ബിയർ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ എന്താ നോക്കുന്നത്, കുറച്ചുകൂടെ വീര്യം കൂടിയ. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല മറ്റേ കാര്യം, പ്രകൃതിദത്തമായ സാധനം എന്നുള്ളതാണ് കൊച്ചു പിള്ളേരുടെ ഇടയിലിരിക്കുന്നത്. പ്രകൃതിയല്ലേ, നല്ല ഇല, നല്ല പച്ച ഇല ഉണക്കി ഇങ്ങനെ വലിക്കുന്നു. അപ്പോൾ അതിലൊരു നല്ലൊരു ആനന്ദം കാണുന്നു, ബ്രെയിനൊക്കെ ഫ്രഷ് ആവുന്നു എന്നൊക്കെയുള്ള അവർക്ക് പോസിറ്റീവ് മാത്രമേ ചിന്തിക്കുകയുള്ളൂ. അത് വലിച്ചു കഴിഞ്ഞ് പിന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള വേറൊരു സ്പിരിച്വൽ മെൻറ്റാലിറ്റിയും, വേറൊരു സ്പിരിച്വൽ അല്ല, അതെന്തോ എന്നൊക്കെയാണെന്നാണ് പറയണത്. വേറെ ഒക്കെ ഇതിലൊക്കെ പോണ MDMA, ഈ സിന്തറ്റിക് ആയിട്ടുള്ള ഡ്രഗ്സുകൾ യൂസ് ചെയ്യാൻ തോന്നുന്നു. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞൊക്കെ വയലൻസ് ആയ സിനിമകളും വയലൻസായ ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള വീഡിയോസുകളും കാര്യങ്ങളും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുമ്പോൾ നമുക്ക് ഞാനും അത് തന്നെ, എനിക്കും അത് ചെയ്യണം, എനിക്ക് അങ്ങനത്തെ ഒരു വേൾഡിലോട്ട് പോകണം എന്നൊക്കെയുള്ള ചിന്തയൊക്കെ ചെയ്ത് ഇമാതിരിയെ കാണിച്ച് കൂട്ടും. ഈ കാണിച്ച് കൂട്ടിയിട്ട് അവസാനം ഭവിഷ്യത്ത് ഈ പറഞ്ഞ ചെയ്ത ആളിന് തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ 10-30 വയസ്സേ കഴിയുമ്പോൾ ഇതെല്ലാം കെട്ടടങ്ങി നമ്മൾ ശാന്തരാകുമ്പോഴാണ് ഞാൻ എന്തൊക്കെ കാണിച്ചു കൂട്ടിയത്, ഞാൻ എൻ്റെ കുടുംബത്തെ എന്തിനാ ദ്രോഹം ചെയ്തത്, സ്വന്തം അച്ഛനും അമ്മയൊക്കെ തല്ലി കൊല്ലുന്നതൊക്കെ അവൻ ഭരിക്കുന്നത് വരെ ആ ഒരു ചിന്തയെന്നോ അല്ലെങ്കിൽ ആ ഒരു കുറ്റബോധമൊന്നും പറയാം, അതിൻ്റെയൊന്നും അങ്ങേയറ്റം അതിൽ നിന്ന് വിട്ടു പോകത്തില്ല. ഇപ്പം നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, അതായത് മാതാപിതാക്കൾക്ക് അച്ഛനും അമ്മയ്ക്കും ചെയ്യാനുള്ള മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളുടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. പഴയ കാര്യങ്ങൾ, നമ്മളൊക്കെ വളർന്ന കാര്യങ്ങൾ, വളർന്ന ജീവിതമൊക്കെ ഒരു മക്കൾക്ക് എപ്പോഴും ഈ അച്ഛനും അമ്മയുടെ അടുത്ത് ഏതൊരു മക്കൾക്കായിരുന്നാലും ഒരു സ്നേഹം കാണും. അപ്പോൾ അവരെന്ത് പറഞ്ഞാലും അവർക്ക് വേദവാക്യമായിരിക്കും. ഭൂരിഭാഗം പിള്ളേർക്കൊക്കെ അങ്ങനെ തന്നെയാണ്, ആൺകുട്ടിയായിരുന്നാലും പെൺകുട്ടിയായിരുന്നാലും. നമ്മുടെ പഴയ കഷ്ടപ്പാടുകൾ ചെയ്ത്, കഷ്ടപ്പാടില്ലെങ്കിൽ കൂടെ തന്നെ നമ്മളൊന്ന് ഉണ്ടാക്കിയൊക്കെ ഒന്ന് പറയണം, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വളർന്നിട്ടുള്ളത്, അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെയാണ് ഇനി ജീവിതം. ഇപ്പോൾ ലഹരി ഉപയോഗിക്കുന്ന മക്കളെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അവരെ ഒരിക്കലും ശകാരിക്കുകയോ അല്ലെങ്കിൽ അവരെ മാക്സിമം ടോർച്ചർ ചെയ്യുമോ, നീ നശിക്കുക, പോയി ചാവുക, അല്ലെങ്കിൽ ഇവിടെ നിറയെ പോകുന്നൊന്നും പറയരുത്. അവർക്ക് എന്തുകൊണ്ടാണ് അവർ ആ രീതിയിൽ എത്തിപ്പോയത്? കൂട്ടുകെട്ടാണോ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും കിട്ടാത്തത് കൊണ്ടാണോ എന്ന് പറയുമ്പം ഇപ്പം ഈ പറയുന്ന ഡ്യൂക്ക് കാര്യങ്ങൾ, നിഞ്ചയൊക്കെ മേടിച്ചു കൊടുക്കുന്നതിന് മെയിൻ കാര്യം ഇതിനെ വീട്ടിൽ കിടന്ന ബഹളങ്ങൾ ഒക്കെ കാണുമ്പോൾ സഹികെട്ടായിരിക്കും വീട്ടുകാരൊക്കെ മേടിച്ചു കൊടുക്കുന്നത്. എല്ലാവരും ഇല്ല കേട്ടോ, കുറേ ആൾക്കാർ കാണുക. നമ്മൾ ന്യൂസിൽ കാണുന്ന കാര്യങ്ങളല്ലേ. ഇപ്പോൾ എത്ര വീടുകളിലെ മാതാപിതാക്കളെയാണ് മക്കൾ ഈ ആൺപിള്ളേർ കൊന്നത്. പെൺകുട്ടികളാണെങ്കിൽ സൂയിസൈഡ്. എല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവരൊക്കെ ഓരോ പ്രചോദനം ഉൾക്കൊള്ളുന്നതാണ്. ഒന്ന് ഈ സോഷ്യൽ മീഡിയ, പിന്നെ ഒന്നെന്ന് പറഞ്ഞാൽ ഈ മയക്കുമരുന്ന്. ഇത് നമ്മൾ വിചാരിച്ചാൽ മാത്രമേ ഇല്ലാതാക്കാൻ പറ്റൂ. അതായത് വീട്ടിലുള്ളവർ വിചാരിച്ചാൽ മാത്രമേ അതിന് എപ്പോഴും
ഫ്രീഡം നമുക്ക് കൊടുക്കാം, എന്തിനും നമുക്ക് ഫ്രീഡം കൊടുക്കാം. പക്ഷേ നമ്മളൊരു മറ്റുള്ളവരൊരു ഒരു ഒരു പറക്കാൻ പറ്റുന്നത് വരെ നമുക്കൊരു ഫ്രീഡത്തിന് എപ്പോഴും നമ്മളൊരു മേൽനോട്ടം വേണം. നമ്മളുണ്ടാക്കിയല്ലേ മക്കളെയൊക്കെ. അപ്പം നമുക്കൊരു മേൽനോട്ടം. ഇപ്പം നമ്മളൊരു ചെടി നട്ട് കഴിഞ്ഞാൽ തന്നെ അതിന് വെള്ളം ഒഴിച്ച് വളം കൊടുക്കുന്ന പരിപാലിക്കുന്നത് നമ്മൾ ചെയ്യണം. അതാ വേറെ ആരും വന്ന് ചെയ്തു തരത്തില്ല. അല്ല ചുമ്മാ അവിടെ കിടന്ന് വളർന്ന് എനിക്കിപ്പോൾ കായ്ഫലം തരുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് കവയിലോട്ട് കരിഞ്ഞു പോകും. അതുപോലെ തന്നെയാണ് മക്കളുടെ കാര്യം. അത് നോക്കിയൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ ഇനിയെങ്കിലും ഇതുപോലെയുള്ള വാർത്തകളൊക്കെ ഉണ്ടാവാതെ നമുക്ക് കാണാൻ പറ്റും. നല്ലൊരു സമൂഹം വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ഞാനും ഒരു അച്ഛനാണ്, ഞാനൊരു ഫാമിലി ജീവിക്കുന്നതാണ്. ആരുടെ കുടുംബത്തിൽ വേണോ ഇങ്ങനെയൊക്കെ സംഭവിക്കുക, ചിലപ്പോൾ എൻ്റെ കുടുംബത്തിൽ വേണോ സംഭവിക്കാം. കാരണം ഇങ്ങനെയൊക്കെയാണ് സമൂഹത്തിൽ നടക്കുന്നത്. അങ്ങനെയൊന്നും ഇനിയൊന്നും വരാതിരിക്കട്ടെ. എല്ലാവരും ഒന്ന് കരുതിയിരുന്ന് ചിന്തിച്ച് ജീവിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സമാധാനം വരെ ഇച്ചിരി വെള്ളം കുടിച്ച് ജീവിക്കാൻ പറ്റും, മരിക്കാൻ പറ്റും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും നമുക്കൊരു അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഉടനെ തന്നെ. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല നല്ല വീഡിയോസ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഒരുപാട് കാര്യങ്ങൾ, സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ തുറന്നു പറയണമെന്നും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കണമെന്നും നിങ്ങളുടെ അഭിപ്രായം കേട്ടിട്ട് എനിക്കതിന് തിരിച്ച് മറുപടി തരണമെന്നുള്ളതും ഒക്കെ എൻ്റെ ആഗ്രഹമുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മാതാപിതാക്കൾക്കും ഫാമിലീസിനും ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരൊക്കെ ഒന്ന് കാണട്ടെ. അവരെ സ്വയം ആരെങ്കിലും ഇപ്പം 1000 പേരിൽ ഒരാളെങ്കിലും ഒരു ചിന്താഗതി ശരി തന്നെയാണ്, എൻ്റെ മക്കളെയൊക്കെ ഒന്ന് നല്ലതുപോലെ നോക്കണമെന്നൊക്കെ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ നല്ല കാര്യമല്ലേ. അപ്പോൾ ഒന്ന് ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പം വീണ്ടും ഒരു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.